നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. നമുക്കിന്ന് ഒരു അടിപൊളി ചില്ലി ഉണ്ടാക്കിയാലോ? ചക്കച്ചില്ലി. ഇപ്പം ചക്കയുടെ സീസണല്ലേ. ഇടിച്ചക്കയും കൊത്തച്ചക്കയും പഴുത്ത ചക്കയും ഒന്നും വേണ്ട, ചക്കയുടെ ബഹളമാണ്. അപ്പം നമുക്ക് ചക്ക കൊണ്ടൊരു ചക്കച്ചില്ലി ഉണ്ടാക്കാം. അതിനായിട്ട് ഇടിച്ചക്കയുടെ പ്രായം കഴിഞ്ഞ ചക്കയാണ്, എന്നാൽ കൊത്തച്ചക്ക ആയിട്ടും ഇല്ലാത്ത ചക്കയാണ് അതിന് വേണ്ടത്. ഈ വലിപ്പത്തിൽ അതിൻ്റെ ചോളയൊക്കെ കണ്ടല്ലേ, കുഞ്ഞു ചോളയും ഒക്കെ. അപ്പോൾ അതിനെ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ആ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് അതിനെ മിടുക്കനാക്കി എടുത്തു. അതിന് ശേഷം അത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത്തിരി ബലമൊക്കെ പിടിക്കണം കേട്ടോ, ചക്കയല്ലേ. പച്ചച്ചക്ക ഇങ്ങനെ ചെറിയ പീസാക്കുമ്പോൾ ഒരു ശകലം ബലമൊക്കെ പിടിച്ച് വേണം അത് അരിഞ്ഞെടുക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് കൈ പിടിച്ചിട്ട് അരിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനൊരു പലകയുടെ മുകളിൽ വെച്ച് അരിയുന്നത്. പിന്നെ വെജിറ്റബിൾ കട്ടറിൻ്റെ മുകളിൽ വെച്ച് അരിയുമ്പോൾ അതിന് മുഴുവൻ അരക്ക് പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അതുകൊണ്ടാണ് ഈ പഴയ അടച്ചൂറ്റിയില്ലേ, അടച്ചോറ്റി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണിത്. അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ അതിനെ ഒരു 3-4 പീസ് എടുത്തിട്ട് വീണ്ടും ഒന്ന് ചെറിയ പീസാക്കിയിട്ട് അരിയുക. കാരണം എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നല്ലേ, അപ്പോൾ അത് വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് അത് മുഴുവൻ അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ചില്ലി മാറി നിൽക്കും ഈ ചക്കച്ചില്ലിയുടെ മുമ്പിൽ. അത്രയും ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. ആഹാ, പറയണ്ട. ഇപ്പോഴേ പറഞ്ഞ് ഞാൻ കൊതിപ്പിക്കുന്നില്ല കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് വർത്തമാനത്തിനിടയ്ക്ക് ശ്രദ്ധിക്കാതെ പോകല്. ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇച്ചിരി അരക്കൊക്കെ പറ്റും കയ്യിൽ, അപ്പോൾ വെളിച്ചെണ്ണയൊന്ന് തൂത്തുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ കുഞ്ഞു ചക്ക ആയതുകൊണ്ട് ഒത്തിരി അരക്കില്ല, എന്നാലും അരക്കുണ്ട്, ചക്കയല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ നാടൻ ചക്കയ്ക്ക് അരക്കുണ്ടാവില്ലേ. അതുകൊണ്ട് കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ച് അങ്ങോട്ട് ഈ പണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ അത് തകിൻ പുകിൻ അങ്ങ് തീരും, പെട്ടെന്നങ്ങ് തീരും. തീർന്നു കഴിഞ്ഞാലോ, ഇതുണ്ടാക്കിയെടുത്താൽ 4 മണിക്ക് നല്ലൊരു സൂപ്പർ ഡിഷായി. ചായക്ക് നല്ലൊരു സ്നാക്കായിട്ട് മക്കൾക്ക് കൊടുക്കാം. ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, കണ്ടോ ഈ വലുപ്പത്തിലേ അത് പാടുള്ളേ. അപ്പോൾ അത് മുഴുവൻ നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് കണ്ടോ. ഇനി അടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അത് നല്ല എരിവുള്ളതാണേ, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ടേ. പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല, 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മീറ്റ് മസാലയും ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഒരു തവി കടലമാവ് ഇട്ടു. പിന്നെ ഒരു 1/2 തവി കോൺഫ്ലവർ ഇട്ടു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. തവി കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല ക്ലിയറായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം, ഒത്തിരി വെള്ളം കൂടാനും പാടില്ല, നല്ലപോലെ അത് കുഴച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് അതിന് ശേഷവും നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കി അത് നന്നായി പുരട്ടണം. കാരണം ആ അരപ്പ് ചക്കയുടെ എല്ലാ ഭാഗത്തും പുരളണം. അതുകൊണ്ട് തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഇളക്കി അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ആ അരപ്പ് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്, കയ്യിലും ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. കൈ പുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ചക്കച്ചില്ലി കുറേശ്ശെ ഇട്ട് നല്ല കരുമുരാന്ന് വറുത്തിങ്ങി കോരിയെടുക്കുക. ഒത്തിരി തീ കൂട്ടിയിടല്ലേ, സിമ്മിൽ അല്ലെ ഒരു മീഡിയത്തിലിട്ടാൽ മതി. സിമ്മിലിട്ടാൽ പെട്ടെന്ന് ആകുകയില്ല. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചക്കയല്ലേ, ഒന്ന് വെന്ത് വരാനൊരു ശകലം താമസമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയത്തിലിടുക. ഒരു 5-8 മിനിറ്റ് മതി. അപ്പം നമ്മളുടെ ചക്ക ഉണ്ടോ മുരിഞ്ഞ് വരുന്നുണ്ടോ, നല്ല കളറൊക്കെ ബ്രൗണിഷായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതൊരു 4-5 പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരിയത്. അപ്പോഴൊക്കെ കറിവേപ്പില ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ചിക്കൻ കോരിയെടുക്കുന്ന പോലെ തന്നെ തോന്നില്ലേ? കാണാൻ വേണ്ടിയല്ല, കഴിക്കാനും അതെ കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ ഇട്ട് ആ ചക്കച്ചില്ലി മുഴുവൻ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഓരോ പിടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ചക്കച്ചില്ലി മുഴുവൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കളറായിട്ടുണ്ട്, നല്ല മണമുണ്ട്, എന്നാൽ ഗുണവും അതുപോലെ തന്നെയുണ്ട്.
അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് നമുക്ക് കോരിങ്ങെടുക്കാം. നമ്മളുടെ ചക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ കഴിക്കാൻ തോന്നല്ലേ, നല്ല കിടു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ആവി പറക്കുന്ന കട്ടൻ ചായയും കൂടെ വരുമ്പോൾ ആഹാ, പിന്നെ ഒന്നും പറയാനില്ല. സോസും കൂടെ കൂട്ടി ഇതിനെ അങ്ങോട്ട് കഴിച്ചുണ്ടല്ലോ, സൂപ്പർ കിടു ഐറ്റമാണ്. ഇപ്പോൾ ചക്ക സീസണാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല് കേട്ടോ. താങ്ക് യു.